ഹായ് കൂട്ടുകാരെ, എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ? ശരി, വാ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ഭൃത്യന്മാരിൽ ഒരു വൃദ്ധനുണ്ടായിരുന്നു. അയാളെ കണ്ടാൽ ദുശകുനമാണെന്ന് എല്ലാവരും കരുതിപ്പോന്നു. ഒരു ദിവസം അക്ബർ ചക്രവർത്തി കണി കണ്ടത് അദ്ദേഹത്തെയാണ്. അന്ന് ചക്രവർത്തിക്ക് ശരീരസുഖമില്ലായിരുന്നു. മാത്രമല്ല, അയൽ രാജ്യം ആക്രമിക്കാൻ പദ്ധതിയിടുന്നുവെന്നും അറിവ് ലഭിച്ചു. അദ്ദേഹം വിഷമിച്ചിരുന്നപ്പോൾ വൃദ്ധനെ കണ്ടുകൊണ്ട് ദിവസം തുടങ്ങിയിട്ടാണെന്ന് മറ്റുള്ളവർ ധരിപ്പിക്കുകയും ചെയ്തു. ഉടൻ രാജാവ് കടുത്ത തീരുമാനത്തിലെത്തി. ഈ വൃദ്ധനെ തൻ്റെ രാജ്യത്ത് ഇനി മേലിൽ കണ്ടുപോകരുത്. സദസ്സിൽ എല്ലാവരെയും വിളിച്ചു ചേർത്ത് അദ്ദേഹം കൽപ്പിച്ചു, അയാളെ ഇന്ന് തന്നെ നാടുകടത്തുക. പക്ഷേ കൊട്ടാര വിദൂഷകനായ ബീർബലിന് ഇതിൽ അതൃപ്തി തോന്നി. വൃദ്ധൻ്റെ അടുത്ത് ചെന്ന് ബീർബൽ ചോദിച്ചു, താങ്കൾ ഇന്ന് ആരെയാണ് ആദ്യം കണ്ടത്? വൃദ്ധൻ മടിച്ചു പറഞ്ഞു, അടിയൻ ആദ്യം കണ്ടത് മഹാരാജാവിനെയാണ്. ബീർബൽ അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞ്, അങ്ങ് ഇയാളെ കണ്ടിട്ട് മോശം ദിവസമായിരുന്നു. പക്ഷേ അയാൾ അങ്ങേ കണ്ടിട്ട് നാടുകടത്തിലെന്ന വലിയ ശിക്ഷ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ആരാണ് കൂടുതൽ ശിക്ഷ അർഹിക്കുന്നത്? അക്ബർ ചക്രവർത്തിക്ക് തൻ്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു. ശിക്ഷ ഒഴിവാക്കി അയാളെ വിട്ടയച്ചു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? ഇതിൽ നിന്നും കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും സ്നേഹിക്കുക. അവരും ഒരു കാലത്ത് നമ്മളെപ്പോലെ ചെറുപ്പമായിരുന്നിട്ടാണ് പിന്നീട് വയസ്സിലേക്ക് കടക്കുന്നത്. നമ്മളും ഇതുപോലെ പിന്നീട് വയസ്സായി മാറും. അപ്പോൾ നമുക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മുതിർന്ന മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും നമ്മൾ സ്നേഹിക്കുക. ശരി, വീണ്ടും അടുത്ത കഥയുമായി ഉടനെ വരാം.